ആദ്യം തന്നെ പറയട്ടെ, ഈ കഥ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കുറേ ആളുകൾ എന്നോട് സംശയം ചോദിച്ചു, പുരാണങ്ങളിൽ സൂര്യവംശമെന്നും സോമവംശമെന്നും 2 വംശപരമ്പരകളെ പറ്റി പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതൊന്ന് വിശദമാക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഒരു കഥയോടുകൂടി തന്നെ പറയാമെന്ന് വിചാരിച്ചു. അതായത് മന്വന്തരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമി ഭരിച്ചിരുന്ന ചക്രവർത്തിമാരായിട്ടുള്ള ചില ആളുകളെയാണ് മനുക്കൾ എന്ന് പറയുന്നത്. ഒരു മനു ഭരണം അവസാനിപ്പിക്കുന്നത് അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്നിട്ടാണ് അടുത്ത മനു വരിക. ഇങ്ങനെ 2 മനുക്കൾ തമ്മിലുള്ള കാലയളവിനെയാണ് മന്വന്തരം എന്ന് പറയുന്നത്. അപ്പോൾ വൈവസ്വത മനു എന്ന മനുവാണ് ഇപ്പോൾ ഭൂമി ഭരിക്കുന്നത് എന്നാണ് സങ്കല്പം. ഇപ്പോഴത്തെ മനു വൈവസ്വത മനു എന്നാണ് പേര്. അദ്ദേഹം വിവസ്വാൻ എന്ന് പറയുന്ന, അതായത് സൂര്യൻ്റെ പേരാണ് വിവസ്വാൻ. സൂര്യപുത്രനായതുകൊണ്ട്, വിവസ്വാൻ്റെ പുത്രനായതുകൊണ്ടാണ് വൈവസ്വത മനു എന്ന് പേര് വന്നത്. ശ്രാദ്ധദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. സത്യവ്രതൻ എന്ന രാജാവായിരുന്നു ഇദ്ദേഹം. അപ്പോൾ പുരാണങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സത്യവ്രതൻ, ശ്രാദ്ധദേവൻ, വൈവസ്വത മനു, ഇങ്ങനെ കുറേ പേരുകൾ ഇദ്ദേഹത്തിന് കാണാം. പറഞ്ഞു വന്നത്, ഈ വൈവസ്വത മന്വന്തരം എന്ന് പറയുന്ന ഈ മന്വന്തരത്തിൻ്റെ അധിപതി ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, അതായത് ആദ്യത്തെ ആളായിട്ടാണ് ഇദ്ദേഹത്തിനെ കണക്കാക്കേണ്ടത്. ഈ വൈവസ്വത മനുവിൻ്റെ 10 മക്കൾ, ഇക്ഷ്വാകു, നൃഗൻ, ശര്യാതി, ദിഷ്ടൻ, ധൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യൻ, പൃഷധ്രൻ, നഭകൻ, കവി, ഇങ്ങനെ 10 മക്കളും അവരുടെ പരമ്പരയുമാണ് സൂര്യവംശ രാജാക്കന്മാരായിട്ട് പറയുന്നത്. ഈ 10 മക്കളും ഉണ്ടാകുന്നതിന് മുൻപ്, അവിടേക്കാണ് കഥ പോകുന്നത്. ഈ 10 മക്കളും ഉണ്ടാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ആദ്യം ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത്. രസകരമായ കഥയാണ്. ഈ ഇദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ലാത്തൊരു കാലത്ത് മക്കളുണ്ടാകുന്നതിന് വേണ്ടി കുറേ ബ്രാഹ്മണരെ സമീപിച്ച് അവർ മുഖാന്തരം പുത്രകാമേഷ്ടി യാഗം നടത്തി. അപ്പോൾ യാഗമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പ്രസാദമൊക്കെ ഭക്ഷിച്ചു. യഥാകാലം രാജ്ഞി ഗർഭിണിയായി. പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണ്. രാജാവിന് അത്ര സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം താനൊരു മനുവാണ്, തനിക്ക് ശേഷം രാജ്യം ഭരിക്കേണ്ടത് ആൺകുട്ടികളാണല്ലോ. അപ്പോൾ പെൺകുട്ടി ഉണ്ടായതിൽ രാജാവിന് വലിയ തൃപ്തിയൊന്നും തോന്നിയില്ല. അങ്ങനെ അതൃപ്തനായ രാജാവ് ഒരിക്കൽ ബ്രാഹ്മണരോട് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ മന്ത്രത്തിന് വലിയ ശക്തിയൊന്നും ഇല്ലാതെ ആയിട്ടുണ്ടല്ലേ, പഴയ പോലെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ നടത്തിയത് അത് നടക്കാത്ത ഒരവസ്ഥയൊക്കെ ആയിട്ടുണ്ടല്ലേ, നിങ്ങളുടെ മന്ത്രത്തിനൊന്നും വലിയ ശക്തി ഇല്ല എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണർക്ക് വലിയ വിഷമായി. എന്താ രാജാവേ അങ്ങനെ പറയാനുള്ള കാരണം? അല്ല, ഞാൻ ഒരു ഉണ്ണി ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്ന് വിചാരിച്ചാണല്ലോ പുത്രകാമേഷ്ടി ചെയ്തത്. പക്ഷേ എനിക്കൊരു പെൺകുട്ടിയാണ് ഉണ്ടായത്. നിങ്ങളുടെ മന്ത്രമൊക്കെ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, അയ്യോ, അങ്ങേക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്നായിരുന്നു ആഗ്രഹമെങ്കിൽ അത് ഞങ്ങളോട് ആദ്യം പറയണ്ടേ, ഞങ്ങൾ ആ സങ്കല്പത്തിലല്ലേ ക്രിയകൾ ചെയ്യാം, അങ്ങ് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. മാത്രമല്ല അങ്ങയുടെ പത്നി, അതായത് രാജ്ഞി, ഒരു പെൺകുട്ടി ഉണ്ടായാൽ നന്നായി എന്ന ആഗ്രഹം ഞങ്ങളോട് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണത് പെൺകുട്ടിയായത്. ഇനി ഞങ്ങളുടെ മന്ത്രത്തിന് ശക്തി കുറവാണ് എന്നാണ് അങ്ങയുടെ പരാതിയെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിൽ ആൺകുട്ടിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് എന്നാൽ അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഈ ബ്രാഹ്മണര് മന്ത്രം ജപിച്ച് ഈ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റി. പെൺകുട്ടി ഉണ്ടായിട്ട് കുറച്ച് കാലമായിരുന്നു. അപ്പോഴേക്കും പെൺകുട്ടി അതിസുന്ദരിയായ ചെറിയ ഒരു കൊച്ചുകുട്ടി, അത്ര സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് രാജാവ് ഇള എന്ന് പേര് വിട്ടിരുന്നു. അങ്ങനെ ഇളയെ ബ്രാഹ്മണരെല്ലാം കൂടി മന്ത്രമൊക്കെ ജപിച്ച് ആൺകുട്ടിയാക്കി മാറ്റിയപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. അതുപോലെ തന്നെ നല്ല സുന്ദരനായ ഒരു ആൺകുട്ടിയാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഈ ആൺകുട്ടിക്ക് പേരും ഇട്ടു, സുദ്യുമ്നൻ എന്ന് പേരിട്ടു. അങ്ങനെ സുദ്യുമ്നൻ വളർന്ന് വലുതായി. കുറേ കാലം കഴിഞ്ഞ് രാജാവായി അദ്ദേഹം ഒരിക്കൽ നായാട്ടിന് വേണ്ടി തൻ്റെ മന്ത്രിമാരോടൊത്ത് കാട്ടിലേക്ക് പോയി അവിടെ പ്രവേശിക്കാൻ പാടില്ലാത്തതായ ഒരു വനത്തിലേക്ക് പ്രവേശിച്ചു. അതേതാണ് ആ വനം? പണ്ട് മഹാദേവനോടൊത്ത് ശ്രീപാർവതി ദേവി ഇരിക്കുമ്പോൾ ഒരിക്കൽ ശ്രീപാർവതി ദേവിക്ക് ഒരാഗ്രഹം തോന്നി. മഹാദേവനോട് പറഞ്ഞു, അങ്ങയെ കാണാൻ ധാരാളം സജ്ജനങ്ങൾ ഇവിടേക്ക് വരാറുണ്ടല്ലോ, അങ്ങയെയും എന്നെയും കാണാൻ. പക്ഷേ ഞാനും അങ്ങും കൂടി ഒരുമിച്ചിരിക്കുന്ന ചില സ്വകാര്യ നിമിഷങ്ങളിൽ ഇങ്ങനെ ധാരാളം ആളുകൾ വരുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതലും പുരുഷന്മാരാണല്ലോ അങ്ങയെ കാണാൻ വരാറുള്ളത്, അതെനിക്കൊരല്പം മടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട്
നമ്മളെ കാണാൻ ഇനി നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ സ്ത്രീകൾ മാത്രം വന്നാൽ മതി, ആരും വരണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീകൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അയ്യോ അതെങ്ങനെയാണ് പറയാൻ പറ്റുക, എന്നെ കാണാൻ ധാരാളം പേര് വരില്ലേ, മാത്രമല്ല നമ്മൾ ജഗതഃപിതരവും വന്ദേ പാർവതീ പരമേശ്വരവും എന്ന് പറഞ്ഞിട്ടല്ലേ ആളുകൾ നമ്മളെ സ്തുതിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തിന് മുഴുവൻ മാതാപിതാക്കളല്ലേ, അപ്പോൾ നമ്മുടെ മക്കളല്ലേ എല്ലാവരും കാണാൻ വരുന്നത്. അപ്പോൾ അവർ പുരുഷന്മാർ മാത്രം എന്നൊക്കെ വിചാരിക്കാൻ പറ്റും, എല്ലാവരും നമ്മുടെ മക്കളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു, എന്നാലും എനിക്ക് പുരുഷന്മാർ വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സ്ത്രീകൾ മാത്രം കാണാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു പ്രത്യേക പ്രദേശം അവിടേക്ക് നമ്മളെ കാണാൻ സ്ത്രീകൾ മാത്രമേ വരൂ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ കൈലാസല്ലേ, ഇവിടേക്ക് എല്ലാവരും വരില്ലേ, ഈ സ്ഥലത്ത് അങ്ങനെ വേണ്ട, എന്തായാലും വേറൊരു പ്രദേശം തരാം, അവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ സ്ത്രീകൾ മാത്രമേ കാണാൻ വരൂ. അപ്പോൾ പാർവതീദേവി ചോദിച്ചു, അതെങ്ങനെയാണ്, അവിടേക്ക് നമ്മളെ കാണാൻ എല്ലാവരും വന്നാലോ? അതില്ല, അവിടെ പ്രവേശിക്കുന്നവരെല്ലാം സ്ത്രീകളായി പോവും, അങ്ങനെ ഞാനൊരു അനുഗ്രഹം തരാം എന്ന് പറഞ്ഞ് ഇളാവൃതം എന്നു പേരുള്ള ഒരു വനം തിരഞ്ഞെടുത്തു. ആ വനത്തിന് ആ സമയത്ത് ഇളാവൃതം എന്ന് പേരില്ല, ഈ സുദ്യുമ്നൻ പ്രവേശിച്ചതിന് ശേഷമാണ് ആ പേര് വന്നത്. സുദ്യുമ്നൻ ഇതറിയാതെ നായാട്ടിന് പോയ അദ്ദേഹം കൂട്ടം തെറ്റി അദ്ദേഹത്തിൻ്റെ കുതിരയും കൂടി ഈ ഇളാവൃതം എന്ന വനത്തിലേക്ക് പ്രവേശിച്ചു. അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സുദ്യുമ്നൻ്റെ കുതിരയും സ്ത്രീയായിപ്പോയി. എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകാതെ സുദ്യുമ്നൻ ആകെ വിഷമിച്ചു. താനൊരു സ്ത്രീയായിരിക്കുന്നു, തൻ്റെ കുതിര പോലും പെൺകുതിരയായി മാറിയിരിക്കുന്നു, തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകാൻ വയ്യ, തൻ്റെ കൂടെ ആരുമില്ല, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ കുറേ കാലം അവിടെ കഴിഞ്ഞുകൂടി. നായാട്ടിന് പോയ രാജാവ് തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമേ നാട്ടിലുള്ളവർക്ക് അറിയുള്ളൂ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അവിടെ വെച്ച് ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ ഈ സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച് ഇവിടെ വന്ന് ഇവളോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഇവർ തമ്മിൽ ഒരുമിച്ച് സന്തോഷമായിട്ട് അവിടെ കുറച്ചു കാലം ജീവിച്ചു.